ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ചെറിയ ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെടി ഇല വെച്ച് മുളപ്പിക്കാനുള്ള ചെറിയൊരു പരിശ്രമത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇല ഉപയോഗിച്ചിട്ട് ഈ ചെടിയെ നമുക്ക് പുതിയ ചെടി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള ഗ്രോ ബാഗ് തയ്യാറാക്കുന്നതും ആ ചെടി ഒന്ന് നട്ട് വയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനൊക്കെ പുതിയ ബാക്കി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഗ്രോ ബാഗുകളാണ്. ചെറിയ ഗ്രോ ബാഗാണ്. 150 പീസിന് എനിക്ക് ഏതാണ്ട് 176 രൂപയാണ് ഇതിന് വിലയായത്. അപ്പോൾ ചെടി നമുക്ക് ജസ്റ്റ് ഒന്ന് മുളപ്പിച്ചെടുത്ത് അതിനെ ഒന്ന് ചെറിയൊരു പരീക്ഷണ രീതിയിൽ ചെയ്ത് നോക്കുന്നതിനായിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുന്നതാണ്. എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പൊട്ടിച്ച് ഷെയർ ചെയ്യുന്നതാണ്. അത് ഇത്തരത്തിലാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ചെറിയ ബാഗാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ടൈറ്റ് പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ ഗ്രോ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെടി നടാനായിട്ട് പോകുന്നത്. ചെടിയല്ല, ചെടിയുടെ ഇല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സെറ്റ് എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ തൈ ഉൽപ്പാദനമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അതിനെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഇത്തരത്തിൽ മണ്ണൊക്കെ നമ്മൾ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട്, ഇത് കുറച്ച് വളക്കൂറുള്ള മണ്ണാണ്, നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഈ മണ്ണ് നിറയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെടി നടാം. ഓക്കെ, ഇതാരാ ഇതൊക്കെ കാണാൻ വന്ന് നിൽക്കുന്നത്? അച്ചു ഹായ് പറഞ്ഞേ. ഹായ് എന്ന് പറ. ഇനി വാ മക്കൾ വാ. അപ്പോൾ ചെടി നടാൻ സഹായിക്കാൻ ഒരാൾ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ, ഹായ് പറയൂ. പരീക്ഷണാടിസ്ഥാനത്തിൽ 20 ബാഗുകളാണ് തൽക്കാലം ഇന്ന് നിറച്ച് ചെടി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പണികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പരീക്ഷണത്തിനായിട്ടുള്ള പാക്കറ്റുകൾ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളെല്ലാം നമ്മളിങ്ങനെ നിറച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇതിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആ ചെടി ഒന്ന് നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നുമാണ് ഇലകൾ ഉപയോഗിച്ചിട്ട് ഞാൻ പുതിയ ചെടികൾ ഗ്രോ ബാഗിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കാനായി പോകുന്നത്. സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇതൊരു വിജയമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സംരംഭമാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോയാലോ.
അപ്പോൾ നമ്മൾ നിറച്ചു വെച്ച ഗ്രോ ബാഗുകൾ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ചെടിയുടെ ഇല നടാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്തരത്തിലുള്ള ഇലകൾ നമുക്കിത് ഇങ്ങനെ വെറുതെ ഇതിനകത്തോട്ട് നട്ടുവെച്ചാൽ മതിയാകും. ഒരുപാട് താഴ്ത്തി വയ്ക്കരുത്. ഒരു മീഡിയം ലെവലിൽ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണമാണ്. എത്തരത്തിൽ വിജയമാകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചെടിയെല്ലാം ഇലയെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. മണ്ണിന് ഈർപ്പം ഉള്ളതനുസരിച്ച് വെള്ളം നമ്മളിത് ഈ ചെടിക്ക് കൊടുത്താൽ മതിയാകും. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ നമ്മളിങ്ങനെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെടി ഇലയിൽ നിന്നും നമ്മൾ മുളപ്പിക്കുന്ന ഒരു ചെറിയ പരീക്ഷണ വീഡിയോ ആണെന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതെന്താകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. 10-20 ഗ്രോ ബാഗിൽ ഞാൻ ചെടിയുടെ ഇല നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതുവരേക്കും ഇന്നത്തെ ഈ കാഴ്ചകളിൽ നിന്നും സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.